ഞങ്ങൾ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എന്തുകൊണ്ടാണ് മുന്നിട്ട് ഉണ്ടാക്കണേ? സ്നാക്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേ? ഏത്തപ്പഴം കൊണ്ടാണ് നന്നായിട്ട് പഴുത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ 2 നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം കേട്ടോ, അത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഏലക്ക ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാമേ. ഏത്തപ്പഴമൊക്കെ തൊലി കറുത്ത് പോലെ നമുക്ക് തിന്നാൻ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു അട പോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചായക്ക് കടിയാവും, വേസ്റ്റും ആകും. നമുക്കിപ്പോൾ അരച്ചെടുക്കാം കേട്ടോ. ഏത്തപ്പഴം നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര നന്നായിട്ട് അലിയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇടുക, ഏത്തയ്ക്ക അരച്ച് വെച്ചിരിക്കുന്ന അതിലിടുക. നമ്മുടെ ശർക്കരപ്പാനി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. ഇപ്പം ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്ത് അരച്ചതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി കുറച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റാണിത്. ഇത് വെച്ച് ഉണ്ടാക്കുന്നത് ഹെൽത്തിയാണ്. പിന്നെ ഏത്തപ്പഴം നല്ലതാണല്ലോ നമ്മൾ കഴിച്ചാൽ. ഏത്തപ്പഴം കഴിക്കില്ലാത്ത കുട്ടികൾക്കും പിന്നെ ഏത്തപ്പഴം കടത്തൊക്കെ പോവാണ് നമ്മൾ കഴിക്കാൻ, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഇതിനെ ഉണ്ടാക്കി കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു ഐറ്റാണ്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ചെറിയ കട്ടകളില്ലേ, 3 കട്ട് ശർക്കരയാണ് ഒഴിച്ച് വെച്ചിരുന്നത്. പിന്നെ ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരമുണ്ടല്ലോ. സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ നല്ലൊരു ഐറ്റാണിത്. ഞാനിപ്പോൾ 200 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഗോതമ്പൊടി ചേർത്തിട്ടായാലും ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വാഴയില പറിച്ചു തരാം. വാഴയില പറിച്ചു ടേസ്റ്റ്. ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം കേട്ടോ. ഇങ്ങനെയുണ്ട്, സൂപ്പറാ. കുറച്ചും കൂടെ ചേർക്കാം അല്ലേ. ചെറിയ ചുട്ടെടുക്കാതെ നമുക്കില്ലേ വട്ടയപ്പം ഉണ്ടാക്കിയല്ലേ, അതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ടും ആവിയിലേക്ക് എടുത്താലും നല്ലതാണ്. എന്നിട്ട് കട്ട് ചെയ്ത് എടുത്താലും നല്ലതാണ്. മിക്സ് ചെയ്യാം. ഒരു നുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. വേണം നമുക്ക് ഇലയിൽ വെച്ച് വാങ്ങിക്കാം.
വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇലയിൽ ഇല കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓർമ്മ ഉണ്ടാക്കി നോക്കി നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തി സ്പൂൺ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. കയ്യിൽ ആക്കണമെന്നില്ല. ഇല മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇല പരത്തന്നെ നടുക്കായിട്ട് ഒഴിച്ചിട്ട് 4 സൈഡും അങ്ങനെ മടക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഡയമണ്ട് ഷേപ്പൊക്കെ ആണെങ്കിൽ ഡയമണ്ട് രീതിയിലൊക്കെ മടക്കിയിട്ടേ അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവി കയറ്റി വരുമ്പോൾ ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. നല്ല രസം കാണാൻ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ലൂസായിട്ടല്ലേ എടുത്തേക്കണേ. ഇത്ര ലൂസ് ആക്കണമെന്നില്ല. ലൂസ് ആക്കണ്ട അന്നേരം അങ്ങനെ ചെയ്യുന്നു. ഞാൻ ലൂസാക്കി എടുത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ആയതുകൊണ്ട് ഷുഗർ കഴിക്കുന്നുള്ള പേടിയും വേണ്ട, എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ നേരത്തെ കറുത്ത പഴം ഓർത്ത് കളയാതെ. പിന്നെ ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല. എനിക്ക് ആ കറിയൊന്നും ഇഷ്ടമില്ല. എനിക്ക് മധുരമുള്ള കറികളൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താലാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം എങ്ങനെയുണ്ടെന്നേ. 20 മിനിറ്റ് ആവി വെച്ചാൽ മതി കേട്ടോ. 20 മിനിറ്റ് ആവി വെച്ചിട്ട് നമ്മൾ സെറ്റാവും. പിന്നെ ആവി കയറി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആവി കയറ്റി വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കാവേ. നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളിപ്പം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.